വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം നമ്മള് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പഠിക്കേണ്ടാവുകയെന്ന്. അടുത്ത ദിവസം തൊട്ട് നമുക്ക് സ്റ്റേജ് 1 സ്റ്റേജ് 2 നടന്നിട്ടുള്ള നമ്മുടെ LGSന്റെ പൂർണ്ണമായിട്ടുള്ള അനുബന്ധ വിവരങ്ങൾ അടങ്ങുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം നടത്താട്ടോ. അപ്പോൾ സ്റ്റേജ് 1 കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ് 1 കുറച്ചായിട്ടുള്ളൂ, അതിനുശേഷം സ്റ്റേജ് 2 നമ്മൾ ആരംഭിക്കും. പിന്നെ VFAയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേജസിലുള്ള LGSകാർക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസ്സുകളും കൂടി നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്താണ്? ജൈവ വൈവിധ്യ ദിനം ട്ടോ. ജൈവ വൈവിധ്യ ദിനത്തിന്റെ തീം എന്ത് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, എന്നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്ന് എന്ത് ചെയ്യണം നിങ്ങള്? എന്നാണെന്നുള്ളത് അതൊന്ന് കമന്റ് ചെയ്യണം. അപ്പോ ടീച്ചർ പറയാം: ആഗോള മാറ്റത്തിനായി എന്താ പ്രാദേശിക ഇടപെടൽ പഠിക്കാട്ടോ, പ്രധാനാണ്. ആഗോള മാറ്റത്തിനായി പ്രാദേശിക ഇടപെടൽ എന്നതാണ് 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. ഇനി ലഹരി മാഫിയയ്ക്ക് എതിരായി കേരള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന പോരാട്ടത്തിന് വിളിക്കുന്ന പേര് എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ എന്നാണ്. ലഹരി മാഫിയക്കെതിരെ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടത്തുന്ന പോരാട്ടമാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇനി ഇന്ത്യയിലുടനീളം 100 ഇൻഡസ്ട്രിയൽ പാർക്കുകള് എവിടെ കൊണ്ടുവരികയാണ്? ഇന്ത്യയിലുടനീളം വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. പദ്ധതിക്ക് വിളിക്കുന്ന പേര് ഭവ്യ പദ്ധതി എന്നാണ്. ഭവ്യ. ഇന്ത്യയിലുടനീളം 100 ഇൻഡസ്ട്രിയൽ പാർക്ക് വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഭവ്യ, അതായത് ഭാരത് ഔദ്യോഗിക് വികാസ് യോജന, പൂർണ്ണരൂപം ഇതാണ്: ഭാരത് ഔദ്യോഗിക് ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. ഭാരത് ഔദ്യോഗിക് വികാസ് യോജന എന്നതാണ് പൂർണ്ണരൂപം. അടുത്തത് വിദ്യാർത്ഥികളിൽ സൈബർ സുരക്ഷാ അവബോധം. സൈബർ സുരക്ഷയെ കുറിച്ച് ബോധമുണ്ടാക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? കിഡ് ഗ്ലോവ് പ്രോജക്റ്റ് എന്നാണ് അതിന്റെ പേര്. കിഡ് ഗ്ലോവ് പദ്ധതി. ക്ലിയർ ആയില്ലോ? സൈബർ സുരക്ഷയെ കുറിച്ച് കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കിഡ് ഗ്ലോവ് പ്രോജക്റ്റിന്റെ ഉദ്ദേശം. ഇനി അടുത്തത് ISROന്റെ കാര്യ പറയണേ. ISROന്റെ വീനസ് ഓർബിറ്റൽ മിഷൻ ഏതാണ്? വീനൽ ഓർബിറ്റൽ മിഷന്റെ പേര് ശുക്രയാൻ. ഏതാണ്? ഷൂ ആണ് കേട്ടോ. ശുക്രയാനിൽ പങ്കാളിയാകുന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ് ആ രാജ്യം. ISROന്റെ വീനസ് ഓർബിറ്റൽ മിഷനിൽ പങ്കാളിയാകുന്ന ആ വീനസ് ഓർബിറ്റൽ മിഷന്റെ പേര് ശുക്രയാനാണ്. അതിൽ പങ്കാളിയാകുന്ന രാജ്യമാണ് സ്വീഡൻ. ഇനി ഏകീകൃത സിവിൽ കോഡ് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മള് എന്താ പറയാ, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുമ്പോ പഠിച്ചിട്ടുള്ളതാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച്. ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസമാണ്. ഇനി അടുത്തത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന സൈബർ ഭീഷണികളിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ സംരക്ഷിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപവൽക്കരിച്ച കമ്മിറ്റിക്ക് വിളിക്കുന്ന പേരാണ്
ക്യൂ സേഫ് എന്നത്. അപ്പൊ ക്യൂ സേഫ് ഒരു കമ്മിറ്റിയാണ്, RBI രൂപവൽക്കരിച്ചതാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന സൈബർ ഭീഷണികളിൽ നിന്ന് ബാങ്ക് മേഖലയെ സംരക്ഷിക്കാനായിട്ടാണ്. ഇനി അടുത്തത്, ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ തുരങ്കം. ഏഷ്യയിലെ നീളം കൂടിയ തുരങ്കം. തുരങ്കത്തെ കുറിച്ചാ പറയണേ. തുരങ്കത്തിന്റെ പേര് സോജില തുരങ്കം എന്നാണ്. നിർമ്മാണം പൂർത്തിയായി. ഇതെന്തിനെ ബന്ധിപ്പിക്കുന്നു? കാശ്മീർ താഴ്വരയെ എന്തുമായി ബന്ധിപ്പിക്കുന്നു? ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഹൈഡ്രോഫോയിൽ ബോട്ട്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഹൈഡ്രോ. എന്താ? ഹൈഡ്രോ ട്ടോ. ഹൈഡ്രോ ഫോയിൽ, ഇലക്ട്രിക് ഹൈഡ്രോ ഫോയിൽ ബോട്ട് ട്ടോ. ഏതാണത്? എവിടെയാണ് തുടങ്ങിയത്? മുംബൈയിലാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ LGSന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോ ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ട്ടാ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമം ഏതാണ്? ലഡാക്കിലെ ചുമൂർ ആണ്. ചുമൂർ എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പൊ ലഡാക്കിലെ ചുമൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം. അടുത്തത് 2026 അത് ജൂൺ മാസത്തിൽ റിക്ടർ സ്കെയിലിൽ 7.2 അതുപോലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂചലനം നടന്നത് എവിടെയാണ്? വെനസ്വേല. എവിടെയാ നടന്നേ? വെനസ്വേലയിലാണ് നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണഖനി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണഖനി ഏതാണ്? ജൊന്നാഗിരി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇനി അടുത്തത് ലക്ഡോങ് ട്ടോ. ലക്ഡോങ് എന്ന് പറയുന്നത് ഒരു മഞ്ഞളിന്റെ പേരാണ്. ഈ മഞ്ഞള് കൃഷി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലെ ജയന്തിയ കുന്നുകളിലാണ്. ഇപ്പൊ എന്തിനാ ഈ മഞ്ഞളിനെ കുറിച്ച് പറയണേന്ന് വെച്ചാ, G7 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് അതിലെ പ്രതിനിധികൾക്ക് ഇന്ത്യ സമ്മാന പൊതികൾ തയ്യാറാക്കി. ആ സമ്മാന പൊതികളിൽ മഞ്ഞളും കൂടി ഉൾപ്പെടുത്തി അതിന്റെ പരിണിത ഫലമായി ഇത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റി. അപ്പൊ ഈയിടെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ ലക്ഡോങ് മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മേഘാലയയാണ്. മേഘാലയയില് ജയന്തിയ കുന്നുകളിൽ താമസിക്കുന്ന 43ഓളം ഗ്രാമങ്ങളില് 1400ഓളം കർഷകര് ഈ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാ പറയണേ ട്ടോ. ഇനി അടുത്തത് നാഷണൽ സേഫ്റ്റി കൗൺസിൽ. നാഷണൽ സേഫ്റ്റി കൗൺസിൽ സേഫ്റ്റി കൗൺസില് വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു സൂചിക ഇറക്കി. ആ സൂചികയുടെ പേര് ശുദ്ധവായു സൂചിക എന്നാണ്. അപ്പോ നാഷണൽ സേഫ്റ്റി കൗൺസിലിന്റെ കേരള ചാപ്റ്റർ ആണ് ആ ശുദ്ധവായു സൂചിക ഇറക്കിയത്. അപ്പൊ കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളല്ലേ. അതിൽ ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ തട്ടേക്കാടാണ്. തട്ടേക്കാടാണ് കേട്ടോ. അടുത്തത് ഏകാന്ത സൂചിക ട്ടോ. ഏകാന്ത സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം തുർക്കിയാണെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും അധികം ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാരുള്ളത് തുർക്കിയിലും 2ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിലുമാണ്. അടുത്തത് നോക്കൂ, കേരളത്തിലെ ആദ്യത്തെ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്?
അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ ആദ്യത്തെ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നിലവിൽ വന്നു. എന്താ ഈ സംഭവം വെർച്വൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? അതായത് മൃതദേഹം കീറി മുറിക്കാണ്ട് മരണകാരണം കണ്ടെത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് വെർച്വൽ ഓട്ടോപ്സി. എവിടെയാ നിലവിൽ വന്നേന്നാ പറയണേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. ഇനി അടുത്തത് വേൾഡ് ബാങ്കിനെ കുറിച്ചാണ് പറയണേ. ഈ വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഒരു ഇന്ത്യക്കാരൻ നിയമിതനായി. ആരാണ്? നീൽകാന്ത് മിശ്ര എന്നാണ് പേര് കേട്ടോ. വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് നീൽകാന്ത് മിശ്ര. ഇനി അടുത്തത്, നേരത്തെ നമ്മളൊരു ഭൂചലനത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ 2026 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ ഏഷ്യൻ രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഫിലിപ്പീൻസ് ആണ് പറയാ. ഫിലിപ്പീൻസ്. ജൂണിൽ തന്നെയാണ് ഈ സംഭവം നടന്നത് കേട്ടോ. ഇനി അടുത്തത്, കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ ആരോഗ്യ വകുപ്പിന്റെ, കേരള ആരോഗ്യ വകുപ്പിന്റെ സമ്പർക്ക പരിപാടിയുടെ പേര് എന്ത്? കായകൽപ്പം എന്നാണ്. കായകൽപ്പം. കേരളത്തിൽ സഹകരണ വകുപ്പ്, അതായത് കോപ്പറേറ്റീവ് മേഖലയിലെ സഹകരണ സംഘങ്ങളിൽ വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് ഒത്തുതീർപ്പാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് ആശ്വാസ് 2026 എന്നാണ്. ഇനി എപ്പോഴും ചോദിക്കാറുള്ളതാണ് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം. അത് 22ാമത്തെ തവണ ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചത്. അടുത്തത്, ത്രിപുര എന്ന് പറയുന്ന സ്റ്റേറ്റില് ഒരു പുതിയ സംഭവത്തിന് GI ടാഗ് അഥവാ ഭൗമസൂചിക പദവി ലഭിച്ചു. അതൊരു സംഗീത ഉപകരണമാണ്. ഏതാണ് സംഗീത ഉപകരണം? സരിന്ദ. ഏതാണ്? സരിന്ദ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ ക്ലാസ്സിലെ. കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ അല്ലേ? അപ്പോ 3 പേജേ ഉള്ളൂ. നമുക്കപ്പോ ഭംഗിയായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ദിവസം തൊട്ട് ടീച്ചർ വളരെ എന്താ പറയാ, വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ ഒരുമിച്ച് എന്താണ് നമ്മുടെ ഇതൊന്നും പരീക്ഷയ്ക്ക് ഇല്ലാത്തതല്ല. എന്നിരുന്നാൽ കൂടെ നിങ്ങൾ കഴിഞ്ഞ് നടന്ന പരീക്ഷയെ കുറിച്ച് കൃത്യമായിട്ടൊരു വിശകലനം നടക്കുകയും അതിന്റെ ഓപ്ഷൻസ് ഒക്കെ പഠിക്കുകയും അല്ലെ, അങ്ങനെ ഹോട്ട് ടോപ്പിക്സിലേക്കൊക്കെ നമ്മൾ കടക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഉഷാർ വരും. അപ്പൊ നമ്മുടെ കുട്ടികളെ LGS ഇപ്പൊ കഴിഞ്ഞ കുട്ടികൾക്ക് VFA ഉണ്ടാവും അല്ലെ. അപ്പോ കഴിയാത്ത കുട്ടികൾ വിഷമിക്കൊന്നും വേണ്ട. VFAയുടെ ക്ലാസ് ടീച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ എന്തിനു തന്നെ പഠിക്കുക? രണ്ടോ ഒന്ന് തന്നെയല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ മാറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പഠിച്ചു മുന്നോട്ട് പോവാട്ടോ.